ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ വീടിൻ്റെ ഫ്ലോറിംഗ് വർക്ക്സ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫ്ലോറിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആക്ച്വലി ബെഡ് ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ബെഡ് ഇടുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോയേക്കാം. PCC കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഒരു അണ്ടുലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അണ്ടുലേഷൻസിൽ നമ്മൾ ഒരിക്കലും ഒരു ടൈലോ മാർബിളോ നമുക്ക് പേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമെന്റ് മോട്ടാറിൽ ഒരു ബെഡ് ഇടുന്നത്. ഈ ബെഡ് ഇട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, SBR സിമെന്റ് സ്ലെയറും കൂട്ടിയിട്ട് മുകളിൽ ഒരു കോട്ടിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ലെവൽസ് അവിടെ കിട്ടും. ഇങ്ങനെ ബെഡ് ഇടുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരേ ലെവലാകുന്നതുകൊണ്ട് നമുക്ക് ടൈൽസ് ക്രാക്ക് ഒന്നും ആകാതിരിക്കാൻ നമുക്ക് പറ്റും. അതേപോലെ നമുക്ക് സ്ലോപ്പ് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ബാൽക്കണി അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, ബാത്റൂംസ്, ഇങ്ങനത്തെ ഭാഗത്തൊക്കെ നമുക്ക് ആ വെള്ളം ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബെഡിൽ തന്നെ നമുക്ക് സ്ലോപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ടൈൽ അഡസീവിൻ്റെ കൺസ്യൂം നമുക്ക് കുറക്കാൻ പറ്റും. കാരണം ഒരേ ലെവലായത് കാരണം ഇതിൻ്റെ ലോഡ് ഒരു പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഇതിൻ്റെ ലൈഫ് സ്പാൻ, അതായത് ഇപ്പോൾ നമ്മളൊരു ഫ്ലോർ ചെയ്യുന്നതിൻ്റെ അത് മാർബിളോ ടൈൽസോ ഗ്രാനൈറ്റോ വാട്ടവർ, അതിൻ്റെ ലൈഫ് സ്പാൻ നമുക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫ്ലോറിങ്ങിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബെഡ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു SBR കൂട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ ക്യൂറിംഗ് ടൈം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ടൈല് ഫ്ലോർ ചെയ്യാൻ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നതിന് മുൻപ് ബെഡ് ഇടുന്നത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.